എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എമ്പുരാൻ മൂവിയെ പറ്റിയിട്ടാണ്. എമ്പുരാൻ മൂവിയെ പറ്റിയിട്ട് വേറൊന്നുമല്ല സംസാരിക്കാൻ പോകുന്നത്. എമ്പുരാൻ മൂവി സംസാരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എമ്പുരാൻ മൂവി റിലീസായിട്ട് ഇന്നിപ്പം 2ാമത്തെ ദിവസമാണ്. മൂവി ഇപ്പം ഓൾമോസ്റ്റ് 100 കോടിക്ക് മേലെ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് വിത്തിൻ 48 hours. 48 മണിക്കൂറിന് മുമ്പ് തന്നെ പടം 100 കോടിയോളം കളക്ട് ചെയ്തു. അത് ഒരുപാട് ഡീഗ്രേഡിങ് നേരിടുന്നുണ്ട് പടം. എന്നിട്ട് പോലും പടം ഓൾമോസ്റ്റ് ഒരു 100 crores മേളിൽ കളക്ട് ചെയ്യുമെന്ന് പറയുമ്പം തന്നെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് ആ പടത്തിൻ്റെ ഒരു ഹൈപ്പ്. ഇത്രയേറെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തൊരു മലയാളം മൂവി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിന് ശേഷം ഉണ്ടാകുമോ എന്നും നമുക്കറിയില്ല. ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം. എമ്പുരാൻ മൂവി ഇത്രത്തോളം ഡീഗ്രേഡ് ചെയ്യപ്പെടാനുള്ള റീസണിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയമുണ്ട്. അതുപോലെ തന്നെ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്തത് എന്തോ അത് ഈ പടത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് 2ാമത്തെ കാര്യം. അത് ഒരു കോമൺ ഫാക്ടറാണ്. ഒരു പടത്തിനെ സംബന്ധിച്ച് പടം ഇറങ്ങി എക്സ്പെക്റ്റേഷൻ്റെ അത്രയും പടം വന്നില്ല എന്ന് പറയുമ്പോൾ ഓക്കെ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഡീഗ്രേഡ് എന്ന് പറയുന്നത് എമ്പുരാൻ മൂവി സംസാരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ്. കാരണം നമുക്കറിയാം കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ട്. അതുകൊണ്ട് പടം കണ്ടിട്ടില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. എമ്പുരാൻ മൂവിയിൽ നമുക്ക് 3 പാർട്ടിക്കാരെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IUF എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനുശേഷം PDP അങ്ങനെ എന്തോ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനുശേഷം സംസാരിക്കുന്നത് ബജ്റംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആചാര സംരക്ഷണ സമിതി അങ്ങനെ തന്നെ പറയാം. ഈ 3 പാർട്ടിയും ഏതാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആചാര സംരക്ഷണ സമിതി അല്ലെങ്കിൽ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ബജ്റംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഊഹിക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം ആണ് അങ്ങനെ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ അതിനകത്ത് സംസാരിക്കുന്ന പടത്തിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ടൈം തൊട്ട് BJP വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ BJP ഗുജറാത്തിൽ രാഷ്ട്രീയം പിടിച്ചെടുത്തത് വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചും പ്രവർത്തിച്ചും കൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം. പല ആൾക്കാരും ഇതുപോലെ തന്നെ BJP വിരുദ്ധ പ്രസ്താവനകളും അല്ലെങ്കിൽ BJP വിരുദ്ധ സീനുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പടം ക്യാൻസൽ വരെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. സീരിയസ്ലി നമുക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാർ പോലും. കാരണം ലാലേട്ടനെ അത്രയേറെ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നിട്ട് പോലും ഇങ്ങനൊരു സംഭവത്തിൻ്റെ പേരിൽ ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണോ അതോ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നുള്ളത്. കാരണം അതിനകത്ത് പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ഒരു ട്രെയിൻ കൂട്ടക്കൊല അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെയിനിന് തീ വെക്കുന്ന ഒരു സംഭവം. അത് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഗുജറാത്തിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ആ ട്രെയിൻ അപകടത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ട്രെയിൻ ദുരന്തത്തിൽ മരിച്ച ഭൂരിഭാഗം ആളുകളും ഹിന്ദുക്കളാണ്. അത് ചെയ്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികളാണത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കോൺട്രവേഴ്സീസും പ്രശ്നങ്ങളും ഒക്കെ ആ ഒരു സമയത്തുണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ എല്ലാം നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം അത് കൊണ്ടുവന്ന് ഈ പറഞ്ഞ അത് ചെയ്ത ആൾക്കാരെ വെളുപ്പിക്കാനായിട്ടാണ് ഈ പടം കൊണ്ടുവന്നത്. പച്ചയ്ക്ക് വർഗീയത പറയുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് എമ്പുരാൻ മൂവി എടുത്തത്. അല്ലാതെ മോഹൻലാലിനെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർഡം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മലയാള സിനിമ വളർത്താനോ വേണ്ടിയിട്ടല്ല. മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും നമസ്കാരം രാഷ്ട്രീയം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു സിനിമയാണ് ഇപ്പോൾ പല ആൾക്കാരും ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇപ്പം തന്നെ നമുക്കതിനെ പറ്റിയിട്ട് പേഴ്സണലി നമുക്ക് യാതൊരു ഒപ്പീനിയനും ഇല്ല. കാരണം കഥ എഴുതിയത് മുരളി ഗോപിയാണ്, ഡയറക്ട് ചെയ്തത് പൃഥ്വിരാജ് സുകുമാരനാണ്, അഭിനയിച്ചിരിക്കുന്നത് ഒരുപാട് പേരുകൾ. ഇവരിതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് 3 പേരാണ് ലൈക്ക, അതുപോലെ തന്നെ അറിയാം ആശീർവാദ്, ഗോകുലം,
ഒരു ഇത്രയും ഒരു കണക്ഷൻ ഉള്ള ഒരാളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന വ്യക്തി. സോ ലൈക്കയുടെ പേര് അവർ ഇതുവരെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നത് നമ്മുടെ പോസ്റ്ററിനകത്തുള്ള ഒരുമാതിരിപ്പെട്ട അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. മേജർ മിസ്സിംഗ് ആയിട്ടുള്ളത് ആ ഒരു ഡ്രാഗന്റെ പടം റിലീസ് ഷർട്ട് ധരിച്ച ഒരാളുടെ ഇത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. സീരിയസ്ലി എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരും. സോ വർഗീയത കാണിക്കപ്പെടുന്ന പാർട്ടിയിലെ ആൾക്കാർ വരത്തില്ല എന്നുണ്ടെങ്കിലും അതിനെ ശക്തമായി എതിർക്കുന്ന മറുപാർട്ടിക്കാരായിട്ടാണ് അവർ എന്തായാലും തീർച്ചയായിട്ടും പടം കാണണം. വേറൊന്നുമല്ല, ലൂസിഫർ മൂവി അവസാനിക്കുന്നത് ചർച്ചകൾ അബ്രാമിന്റെ ഒരു വേൾഡിലേക്ക്. നമുക്ക് ഇതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഷാജോൺ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കേരളത്തിലെ BJPയുടെ സംസ്ഥാന മൂവിയുടെ ഒരു ഭാഗമായിട്ടാണ് സിനിമയായിട്ട് ലാലേട്ടന്റെ കുറച്ചുകൂടെ ഒരു ഓപ്പണായിട്ട് ഷാജോൺ ചേട്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല അത്യാവശ്യം താടിയൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഹിന്ദുത്വം. സോ ലൂസിഫർ ഫസ്റ്റ് പാട്ടിൽ ഷാജോൺ ചേട്ടൻ താടി ഭാവികളെന്നുണ്ടെങ്കിൽ ഒരു RSS നമ്മുടെ ഷാജോൺ ചേട്ടൻ്റെ ലാലേട്ടൻ്റെ ഒരു വേർഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതിനെ പറ്റിയിട്ടുള്ള കോൺട്രവേഴ്സീസ് ആണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനെതിരെ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്ക് വരുന്നുണ്ട്. നാട്ടിലേക്ക് പൃഥ്വിരാജനായെന്നുണ്ടെങ്കിലും പല കേസിനെ പഴയ പല പോസ്റ്റ് ഒരു വലിയൊരു സ്റ്റോറിയും പ്രാഥമിക സംഘശിക്ഷാ വർഗിൽ പങ്കെടുക്കാൻ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറിയാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ ഇതുപോലെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അങ്ങനെ പല തോമസ് ആണ് വില്ലൻ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും വ്യാഖ്യാനിക്കപ്പെടുന്നത്. പറയാനുള്ള ഒരു കാര്യം ഒരു തന്തേ ഉള്ളൂ, ഇപ്പൊ ഇതിനൊക്കെ വേറൊരു തന്ത പറയുന്നൊരു ഡയലോഗ് എന്നുള്ള രീതിയിൽ രക്തബന്ധത്തിൽ പോലെ ട്രോളുകൾ ഇത് തന്നെയാണ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് കാണാം ഷാജോൺ മേക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഇത് എല്ലാം പോകുന്നത് അറ്റ്ലാസ് പടത്തിന്റെ ഒരു ബിഗ്ഗസ്റ്റ് നരയൊന്നും അധികം കാണാതെ കംപ്ലീറ്റ് നല്ല ഇങ്ങനൊരു കോൺട്രവേഴ്സി നടന്നു കഴിഞ്ഞാലും ഇതൊരു സിനിമ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിൽ നടന്ന കാര്യങ്ങളും. സോ ഇതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കണ്ടുവെന്ന് എനിക്കറിയില്ല. സോ ഇതിനെ മറ്റൊന്നുമായിട്ട് യാതൊരു പറയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പടം തന്നെ കാണേണ്ടി വരുന്നുണ്ട് ഒരു ഡിസ്ക്ലെയിമർ എന്നുള്ള രീതിയിൽ. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പടത്തിനെ പടമായിട്ട് കാണാൻ അതുപോലെ പിന്നെ അവർ ഈ കാണിച്ചിട്ടുള്ളത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നത് ഞാൻ ഈ പറഞ്ഞ രണ്ട് ഭാഗത്തും ഞാൻ മറ്റേ ആ ഒരു മലയുടെ അടിവാരത്തിൽ ഒരു ഹിന്ദുത്വ വിരോധിയോ അല്ലെങ്കിൽ ഇസ്ലാമിക വിരോധിയോ ഒന്നുമല്ല. സായർ മസൂദിന്റെ ഒരു ചെറിയ കാലഘട്ടം അന്ന് സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസ് ആ സിനിമ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാരാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂസിഫർ എന്ന് പറയുന്ന പറഞ്ഞ വില്ലന്റെ പോസ്റ്ററിൽ നമുക്ക് ആദ്യം വന്ന ആദ്യത്തെ പടത്ത് വൈറ്റിന്റെ ഏഴെല്ലത്തോടെ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുക. ബ്ലാക്ക് ഷർട്ടുള്ള ബാക്കിയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഈ പറഞ്ഞ സിനിമ കാണുന്ന ആൾക്കാർ ആളുകൾ പോകുന്നത് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം കഴിഞ്ഞ് അവനവന്റെ കാര്യം നോക്കുക. ഇത് മുന്നോട്ട് പോകും. അതിൽ കൂടുതലായിട്ടൊന്നും പടത്തിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നൊന്നും നമുക്കല്ല. നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്തു പോകുന്നു, നമ്മൾ കുറച്ച് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. അത് കിട്ടിയില്ല, അതിനുള്ള ഒപ്പീനിയൻ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എടുത്ത ആൾക്കാരും. അതുപോലെ ഈ ഒരു സിമ്പിൾ ഈ വിമർശിക്കപ്പെട്ട ഒരു സിമ്പിൾ ശ്രദ്ധിച്ചാൽ മതി. അവരെല്ലാം നല്ല രീതിയിൽ ട്രെയിലറിന്റെ ഒരു പോസ്റ്റർ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സിമ്പിൾ നമുക്ക് 30-40% ഇതിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തിട്ടില്ല. ഒരുപാട് ആളുകൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഫ്രെയിംസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എന്നിരുന്നാലും ഈ പണം വിജയിപ്പിക്കും എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആൾക്കാരും എടുത്തിട്ടുള്ളത്. സോ ഇവർ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ബാലൻസ്ഡായിട്ട് പോകുന്നു. വലിയ ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ആ ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം വലിയ രീതിയിൽ പോകുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. ബിക്കോസ് നോർത്ത് ഇന്ത്യയിലൊന്നും അത്രയും കയറിയിട്ടില്ല പടം. പിന്നെ ഇപ്പോൾ വിക്രമിൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ആ മൂവിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പടമാണ്. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ എന്തായാലും ആ പടത്തിനെ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, അവരതേ കാണത്തുള്ളൂ. സോ എമ്പുരാൻ മൂവി എത്ര ദിവസം പോകും കേരളത്തിലെ തിയേറ്ററുകൾ അല്ലെങ്കിൽ മറ്റുള്ളിടത്തെ തിയേറ്ററുകളൊന്നും നമുക്കറിയത്തില്ല. ഇതിലും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു മൂവി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി പോവായിരിക്കും.
സോ പോകുന്നത്രയും പോട്ടെ. നമ്മൾ പടം കണ്ടു, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞു, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ ലൂസിഫറിൻ്റെ പ്രീക്വലായാലും സീക്വലായാലും എന്തായാലും നമ്മൾ കാണാൻ ആഗ്രഹിച്ച എന്തോ അത് പടത്തിൽ നമുക്ക് മിസ്സായിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പറയാനുള്ള അവകാശവും നമുക്കുണ്ട്. കാശ് കൊടുത്ത് കാണാൻ പോകുന്നു. സോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാൻ നമ്മൾ ആളായിട്ടില്ല. നമ്മൾ ഒരു പാർട്ടിയിലും പെട്ട നേതാവല്ല, ഒരു പാർട്ടിയിലെ അനുഭാവിയല്ല, ഒരു പാർട്ടിയിലെയും അണിയുമല്ല. സോ അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. സോ സംസാരിക്കേണ്ടവർ അല്ലെങ്കിൽ അത് പ്രശ്നം ഗുരുതരമാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടേണ്ട ആൾക്കാർ ഇടപെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയിട്ട് തീരുമാനമാകും. സോ അറ്റ് ലാസ്റ്റ് ഞാൻ പറയുന്നു, പടം കാണണം എന്നാഗ്രഹമുള്ളവർ തിയേറ്ററിൽ പോവുക, പടം കാണുക, വിജയിപ്പിക്കുക, പോരുക, അത്രയേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. സോ സംസാരിക്കാം, ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കാനായിട്ടുണ്ട്. കാരണം രാഷ്ട്രീയപരമായി സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ആരെ വേണമെങ്കിലും നമുക്കിവിടെ വെച്ച് വലിച്ചു കയറാം, ഏത് പാർട്ടിക്കാരെ വേണമെങ്കിലും വലിച്ചു കയറാം. സോ നമ്മളതൊന്നും ചെയ്യുന്നില്ല, അത് നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. So bye.